നമസ്കാരം. നമ്മുടെ KR മീരയ്ക്കെതിരെ പോലീസ് കേസെടുക്കും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൽ ഇടപെടാൻ പറ്റും? ഒരുപാട് പേർ KR മീരയ്ക്കെതിരെ കേസെടുത്തത് വളരെ നല്ലതാണെന്ന് പറയുകയുണ്ടായി. ഷാരനെ അധിക്ഷേപിച്ചു, ഷാരന്റെ മരണത്തെ അധിക്ഷേപിച്ചു, പുരുഷവിരോധം കാണിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. നമുക്കതിൽ ഇടപെടാൻ കഴിയുന്നത് വനിതാ കമ്മീഷനിലൂടെയും യുവജന കമ്മീഷനിലൂടെയുമാണ്. ഞാനിതിൽ വനിതാ കമ്മീഷന്റെയും യുവജന കമ്മീഷനും ഇന്നലെ തന്നെ പരാതികൾ അയച്ചിട്ടുണ്ട്. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും ഇന്നലെ തന്നെ പരാതി അയച്ചു. പോലീസിന് അതിൻ്റെ കോപ്പി വെച്ചിട്ടുണ്ട്, അതേപോലെ എല്ലാ മീഡിയയ്ക്കും അതിൻ്റെ കോപ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ യുവജന കമ്മീഷന്റെയും വനിതാ കമ്മീഷന്റെയും ആൾക്കാരെ വിളിച്ച് നമ്മളുടേതായ അഭിപ്രായം റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടേതായ നിലപാട് പറയുക, റിക്വസ്റ്റ് ചെയ്യുക. എന്നിട്ട് ശ്രീ ഷാജർ, യുവജന കമ്മീഷൻ ചെയർമാൻ, സതീദേവി മാഡം, വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ഇവരോട് പോലീസിനെ റിക്വസ്റ്റ് ചെയ്ത് KR മീരയ്ക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുക. ഷാജറിന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, 9847786535. സതീദേവി മാഡത്തിന്റെ 0471230759. ഇത് അവരുടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ നമ്പറുകളാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് മേഖലയിലുള്ള നമ്പറാണ്. ഇവരൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ വിളിച്ച് പറയുക. KR മീര എന്ന് പറയുന്ന പ്രമുഖയായ എഴുത്തുകാരി കൊലപാതക പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. മർഡറിനെയാണ് ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. നേരത്തെ ഹണി റോസ് വിഷയത്തിൽ ഷാജറൊക്കെ വളരെ താല്പര്യത്തോടെ ഇടപെടുകയുണ്ടായി. ഹണി റോസിന്റെ വിഷയത്തിൽ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ എനിക്കെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ DGPക്ക് വരെ എഴുത്തെഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ അവരുടെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അത് ഇരട്ടത്താപ്പാണോ, സത്യസന്ധമാണോ, അതോ യുവാവായ ഷാരനെ കൊന്ന് അതിനെ അവഹേളിച്ചിട്ട് ഏതെങ്കിലും രീതിയിലുള്ള നിലപാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുമ്പോൾ ഏറ്റവും സഭ്യമായി, ബഹുമാന പുരസ്സരം, ആദരവോടുകൂടി. കാരണം ഇവരെല്ലാം ജനപ്രതിനിധികളാണ്, ജനങ്ങളുടെ നേതാക്കൾ കൂടെയാണ്. സതീദേവി മാഡം വളരെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഷാജർ വളരെ പ്രഗത്ഭനായ യുവജന നേതാവും യുവജന കമ്മീഷനിൽ ഒരുപാട് സൂയിസൈഡിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ്. ഞാൻ ഈ ചിലപ്പോൾ സൈഡിൽ കുറച്ച് നോയ്സ് കേൾക്കുന്നത് ഡൽഹിയിലാണ്. നമ്മുടെ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പല പ്രധാനപ്പെട്ട ആൾക്കാരെയും പോയി കാണുന്നുണ്ട്, മീഡിയ ഹൗസസിനെ കാണുന്നുണ്ട്. പല മീഡിയയും നമ്മുടെ ഡൽഹി ഇലക്ഷൻ റിസൾട്ട് ഒക്കെ കഴിഞ്ഞ് ടേക്കപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ പോയി ഓരോ ആൾക്കാരെ കാണുന്നു, വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ കാണുന്നു, അവരുടെ സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ എല്ലാം വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് എയർപോർട്ടിൽ പോയി തിരിച്ചു വന്ന് ഇരുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാര്യം പലപ്പോഴും ഇരിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത്, ശ്രീ M ഷാജറിനെ വിളിച്ച്, യുവജന കമ്മീഷനെ വിളിച്ച് ഒരു യുവാവായ ഷാരനെ അധിക്ഷേപിച്ച KR മീരയ്ക്കെതിരെ പരാതി എടുക്കണം, കേസെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുക. അതേപോലെ വനിതയായ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ വനിതാ കമ്മീഷനൊക്കെ. അപ്പോൾ ഷാരന്റെ അമ്മയും ഒരു വനിതയാണ്. ഷാരനെതിരെ നിയമവിരുദ്ധമായി ഈ കൊലപാതക പ്രസംഗം നടത്തിയ അവർക്കെതിരെ വനിതാ കമ്മീഷന്റെ സ്റ്റാൻഡും കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നാടിനെ നന്നാക്കുന്നത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സിസ്റ്റമാണ്. അത് സിസ്റ്റം പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് ആ നിയമത്തെ, നീതിയെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെ, നാളത്തേക്കാക്കാം, ഇന്ന് തന്നെ ഈ നമ്പർ ലഭിക്കുമ്പോൾ ഇവരെ വിളിക്കുകയും ഒരു മാസ് ക്യാമ്പയിൻ എന്നൊക്കെ പണ്ട് പറഞ്ഞ ഒപ്പ് ശേഖരണവും എഴുത്തും ഒക്കെയായിരുന്നു. അതൊക്കെ പണ്ടത്തെ സ്റ്റൈലാണ്. പുതിയ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമ്പയിനാണ്, ആധുനിക രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നതാണ്, സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ ചെയ്യുന്ന. അതുകൊണ്ട് എത്രയും വേഗം യുവജന കമ്മീഷനെയും വനിതാ കമ്മീഷനെയും വിളിച്ചു പറയണമെന്നും നമ്മുടെ നിലപാട് അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. മുമ്പ് ഒരുപാട് പേർ MLA-മാരെ വിളിക്കുകയുണ്ടായി. ഒരുപാട് MLA-മാരെ വ്യക്തിപരമായി വിളിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു, ഈ പുരുഷ കമ്മീഷൻ അനുകൂലമായി പറഞ്ഞു. അതേപോലെ സമാനമായി യുവജന കമ്മീഷനെയും വനിതാ കമ്മീഷനെയും വിളിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതോടൊപ്പം KR മീരയ്ക്കെതിരെ കേസെടുക്കണമെന്ന് പറയുന്നതിനോടൊപ്പം ഒരു യുവജന കമ്മീഷനോടും വനിതാ കമ്മീഷനോടും ഒരു പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി പറയുക. താങ്ക് യു.